വെൽക്കം ബാക്ക് ടു നൈനു സ്ട്രീമി ക്രിയേഷൻസ്. ഹായ് വ്യൂവേഴ്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ആര്യ വർക്കിൻ്റെ സ്റ്റാൻഡ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്നോട് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആര്യ വർക്ക് ചെയ്യുന്ന സ്റ്റാൻഡിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോൾ ഞാനിന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എൻ്റെ ആര്യ സ്റ്റാൻഡ് എന്താണെന്ന്. ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന ആരി സ്റ്റാൻഡ്. ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു ഫ്രെയിം കിട്ടും. പിന്നെ ഇതൊരു ഇരുമ്പിൻ്റെ സ്റ്റാൻഡാണ്. ഇത് നമുക്ക് അഴിച്ചിട്ട് എവിടെ വേണമെങ്കിലും കൂടെ കൊണ്ടുപോവുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതും അതുപോലെ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഇതിന് എത്ര റേറ്റ് ആയി എന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ പോവാം വീഡിയോയിലോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. ഇതിൽ ഇതുപോലെ ഒരു റൗണ്ടിലുള്ള ഒരു ഫ്രെയിമും അതുപോലെ തന്നെ 4 കാലുകളാണ് കേട്ടോ കിട്ടുക. ഇതൊരു ഇരുമ്പിൻ്റെ കാലാണ്. ഇതിലിങ്ങനെ ഒരു സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ ഇങ്ങനെ അഴിച്ചിട്ട് നട്ടാണ് അതിങ്ങനെ അഴിച്ചിട്ട് ആ കാണുന്ന ഫ്രെയിമിൽ ഒരു ഓട്ടയുണ്ട്. ആ ഓട്ടയുടെ ഉള്ളിൽ കൂടെ കയറ്റി ഈ നട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ ഇങ്ങനെ വെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് ഫിറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇവിടെയാണ് കേട്ടോ അതിൻ്റെ ഓട്ട. അങ്ങനെ 4 സൈഡും ഓരോ ഗ്യാപ്പുകളുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ഇത് നമ്മളിങ്ങനെ നട്ടൊക്കെ ടൈറ്റാക്കാനും ലൂസാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്പാനറാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമ്മൾ ആ ഓട്ടയുടെ ഉള്ളിൽ കൂടെ കയറ്റുക, എന്നിട്ട് ഈ നട്ടിട്ടിട്ട് അതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം 4 കാലും ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നട്ടിട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പുറത്തെ കാലും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യം പറഞ്ഞാൽ നമുക്കിത് ഊരി വയ്ക്കാം. അതേപോലെ എവിടേക്കെങ്കിലും പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാനൊക്കെ പറ്റും കേട്ടോ. ഇതേപോലെ അഴിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റും. ഇങ്ങനെ 4 കാലും വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ സ്പാനർ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. പിന്നെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാനും എല്ലാത്തിനും ഇത് നല്ലൊരു എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കാനൊക്കെ ഈ സ്റ്റാൻഡ് ഉപകാരമാണ് കേട്ടോ. ഞാൻ ഈ സ്റ്റാൻഡ് മേടിച്ചത് ഫെജിന്നാണ്, തൃശ്ശൂർ. അപ്പോൾ മേടിക്കണ സമയത്ത് ഇതിനാകെ 350 400 ആ റേഞ്ചിൽ ഉണ്ടായിരുന്നുള്ളൂ. പല വലിപ്പത്തിൽ നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ. ചെറുതും കിട്ടും, പിന്നെ കുറച്ചുകൂടി വലുത് അങ്ങനെയൊക്കെ കിട്ടും. അതിനനുസരിച്ച് നമ്മുടെ ഈ വട്ടം എത്ര ഉണ്ടോ അതേപോലെയുള്ള ഫ്രെയിം വേണം നമ്മൾ മേടിക്കാൻ. മരത്തിൻ്റെ ഫ്രെയിം കിട്ടില്ലേ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുമ്പോൾ, ആ ഫ്രെയിം മേടിക്കാൻ നമ്മൾ ഇതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് വേണം അതും മേടിക്കാൻ. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഇതിൻ്റെ സ്റ്റാൻഡ് 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റാൻഡ്. അതായത് മുകളിൽ ഇതുപോലെ വലുതും ഉണ്ടാവും, അടിഭാഗത്ത് ചെറുതും ഉണ്ടാവും. അപ്പോൾ നമുക്ക് രണ്ടും ഉപയോഗിക്കാം. ചെറുതൊക്കെ ചെയ്യണമെങ്കിൽ അതിനങ്ങോട്ട് തിരിച്ചിട്ടാൽ മതി. അതേപോലെ മറ്റേ അടിഭാഗത്തുള്ളത് മുകളിലേക്ക് വെച്ച് പറഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാം. അങ്ങനെയുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് അങ്ങനെയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഓൺലൈൻ വഴി വാങ്ങിക്കുന്നവരാണെങ്കിൽ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് മേടിച്ചാൽ മതി. അതും നല്ലതായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ സ്പാനർ വെച്ചിട്ട് ഇതിങ്ങനെ മുറുക്കി കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ടൈറ്റ് ചെയ്യുക. നല്ല ടൈറ്റ് ചെയ്യണം, ലൂസാവരുത്. ലൂസായി കഴിഞ്ഞു പറഞ്ഞാൽ ഇതങ്ങടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. നല്ല ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഫ്രെയിമിൽ, മരത്തിൻ്റെ ഫ്രെയിമിൽ നമ്മൾക്ക് ഏത് ഡ്രസ്സിലാണോ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ആ തുണി അതിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇറക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ 4 സ്റ്റാൻഡും ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മൾ ഈ ഫ്രെയിമിൽ തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെറുതെ ഇറക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഇതാണ്ടല്ലേ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഈ ഫ്രെയിമിലാണെങ്കിൽ തുണി വെച്ച് കൊടുക്കുക, എന്നിട്ട് ഈ എങ്ങനെയാണ് ഫ്രെയിം വെക്കുന്നത് അതുപോലെ തന്നെ ആ തുണി വെച്ചിട്ട് അങ്ങോട്ട് ഇറക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും.
ഈ സ്റ്റാൻഡ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഇങ്ങനെ ആരി വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നവർക്ക് എന്തായാലും ഈ സ്റ്റാൻഡ് വളരെ ഉപകാരപ്പെട്ടതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ആർക്കും ആരി സ്റ്റാൻഡിനെ കുറിച്ചൊരു ഡൗട്ടും ഉണ്ടാവില്ലല്ലോ? ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. ഞാൻ അത്യാവശ്യം എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു വയസ്സായ ഒരു മോനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ എപ്പോഴും ലേറ്റ് ആയിട്ട് ഇടുന്നത്. കുറേ കമൻറ്റുകൾ വരാറുണ്ട്, എന്താ ഓരോ ഡിസൈന് ഇങ്ങനെ ചെയ്യാമോ അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും തീർച്ചയായും ഇടുന്നതാണ്. കുറച്ച് ലേറ്റായി പോകുന്നേ ഉള്ളൂ. ആ മോനെ വെച്ച് കുറച്ച് ചെയ്യാൻ കുറച്ചൊരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ വീഡിയോ എപ്പോഴും ലേറ്റ് ആവുന്നത്. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവരാണ്, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ 3 ഓപ്ഷൻസ് കാണും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പറഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണ്. അതുപോലെ കമൻറ്റ് ചെയ്യാം, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ.